ഹായ് ഹലോ, ഞാൻ ഡോക്ടർ കവിത. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹോമിയോപ്പതി കുട്ടികൾ എന്നുള്ള വിഷയമാണ്. കുട്ടികൾക്ക് അസുഖം വന്നാൽ രക്ഷിതാക്കൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തെടുത്താലാണ് പെട്ടെന്ന് അസുഖം മാറുക എന്നുള്ള ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഹോമിയോപ്പതിയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് മരുന്ന് നൽകാം. എന്തെന്നാൽ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മരുന്നുകളാണ് ഹോമിയോപ്പതിയിലുള്ളത്. എന്തെന്നാൽ മറ്റ് മെഡിസിൻസ് എടുക്കുമ്പോൾ ചില കുട്ടികൾ കാണാറുണ്ട്, അലർജി കാണാറുണ്ട്, വയറിന് വേദന വരാറുണ്ട്, വിശപ്പില്ലായ്മ, അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെ അലട്ടുന്നതുണ്ട്. എന്നാൽ ഹോമിയോപ്പതിയിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മരുന്നുകൾ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഹോമിയോ മെഡിസിൻ ചൈൽഡ്ഹുഡിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാൻ ഹോമിയോപ്പതി മരുന്നുകൾ വളരെയധികം സഹായിക്കും. കുഞ്ഞുങ്ങളിലെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഹോമിയോ മരുന്നുകളിലൂടെ. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് മരുന്നുകൾ കഴിക്കാൻ പൊതുവേ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം സിറപ്പ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ കയ്പുള്ളവ അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മമാരും എപ്പോഴും നിർബന്ധിച്ചാണ് കുഞ്ഞുങ്ങളെ മരുന്ന് കഴിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിൻ്റെ ആവശ്യകത വരുന്നില്ല. എന്തെന്നാൽ ഹോമിയോ ഗുളികകൾ മധുരമുള്ളതാണ്. മധുരമുള്ളവ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അവരത് കറക്റ്റ് സമയത്ത് കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ കഴിക്കുകയും ചെയ്യും. കുട്ടികളിൽ കാണുന്ന ജലദോഷം, ചുമ, ടോൺസിലൈറ്റിസ്, അതുപോലെ മൂത്രാശയ രോഗങ്ങൾ, ശ്വാസകോശ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഹോമിയോപ്പതിയിൽ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും ശാശ്വത പരിഹാരങ്ങളും ഉണ്ട്. കുട്ടികളിലെ പേടി, അതായത് എക്സാം സമയത്തുള്ള പേടി, അതുപോലെ തന്നെ ഇരുട്ടിനെ പേടി, ഹൈറ്റ് പേടി, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാനുള്ള പേടി, അതിനെല്ലാം ഹോമിയോപ്പതിയിൽ പ്രത്യേകതരം സിംറ്റംസിനനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ്. പിന്നെ കുട്ടികൾക്ക് കാണുന്നത് ഉറക്കമില്ലായ്മ, പഠിക്കാനുള്ള പേടി. പിന്നീടുള്ള ഒരു കേസാണ് വിര അല്ലെങ്കിൽ കൃമിശല്യം. കുട്ടികളിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിന് ഹോമിയോപ്പതിയിൽ പ്രത്യേകതരം മരുന്നുകളുണ്ട്. അതായത് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ സിംറ്റംസ് എടുത്തിട്ട് അതിന് നമുക്ക് പർട്ടിക്കുലേഴ്സ് ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നൽകുന്നത്. കുട്ടികൾക്ക് ഹോമിയോപ്പതി വളരെയധികം സേഫാണ്, സെക്യൂർഡാണ്, ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാൻ കുട്ടികൾക്ക് സഹായിക്കുന്നു. ഇതുകൊണ്ട് ഹോമിയോപ്പതി മെച്ചപ്പെട്ടതും മികച്ചതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്